മറ്റൊന്ന് ഇനി അല്പം എനിക്ക് തോന്നുന്നു വേഗത്തിൽ പോകണമെന്ന് തോന്നുന്നു. അതെ അതെ, നമ്മൾ ലീഗിന് 5 മന്ത്രിസ്ഥാനം കിട്ടുകയാണെങ്കിൽ ഇതിൽ എത്ര പേർക്ക് സാധ്യത? ഇതിൽ ഒരാൾക്കാണ് സാധ്യതയുള്ളത്, ഒരാളിനെ മന്ത്രിയാവുകയുള്ളൂ. അതിൽ ഷാനിമോൾ ഉസ്മാൻ വനിത എന്നുള്ള പ്ലസ് പോയിന്റ് ഷാനിമോൾ ഉസ്മാനുണ്ട്. അൻവർ സാദത്തിന്റെ പേര് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ടി സിദ്ദിഖിന്റെ പേരിന് ടി സിദ്ദിഖ് വയനാട് എന്നുള്ള പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞു കൊടുത്ത ആളാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഇതിൽ പദവികൾ വച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേർ ഷാനിമോൾ ഉസ്മാനും ടി സിദ്ദിഖുമാണ്. യൂത്ത് കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കണമെങ്കിൽ പക്ഷേ ഷാനിമോൾ അവിടെ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഇനിയും ഒരാൾ കൂടിയുണ്ട്. പക്ഷേ ഷാനിമോൾ സ്വാഭാവികമായും വരാൻ ഇതിൽ ഒരാൾ എന്തായാലും വരും. ഇതിൽ 2 പേർ വെട്ടിപ്പോകാനാണ് കൂടുതൽ സാധ്യത. ഇനി അസാധാരണ സാഹചര്യം ഉണ്ടായാൽ മാത്രമേ 7 മുസ്ലിം വിഭാഗത്തിൽ 7 മന്ത്രിമാർ അല്ലെങ്കിൽ ലീഗിന്റെ മന്ത്രിമാർ 4 അങ്ങനെ കുറഞ്ഞാൽ ഷാനിമോളിനെ വെട്ടിയാൽ പിന്നെ വനിതാ മന്ത്രിമാരായി ഇനി വരാൻ സാധ്യതയുള്ളത് ബിന്ദു കൃഷ്ണ ഒരാൾ. പക്ഷേ ഒരു മന്ത്രി മതിയോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2 വനിതകൾ വരികയാണെങ്കിൽ സ്വാഭാവികമായും ടി സിദ്ദിഖിന്റെ മന്ത്രിസ്ഥാനം ഈഴവ വിഭാഗത്തിൽ നിന്നാണ്. സ്വാഭാവികമായും 3 മന്ത്രിമാരെങ്കിലും ഈഴവ വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസിന് സാധാരണ കഴിഞ്ഞ തവണ 2 പേരെ ഉള്ളത് 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ടാണ് 2 പേരായത്. മറ്റ് ഇത്തവണ അങ്ങനെയല്ല, 9 പേർ വിജയിച്ചു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും സീനിയർ അയാൾ എം ലിജുവും ബിന്ദു കൃഷ്ണയുമാണ്. സ്വാഭാവികമായും ബിന്ദു കൃഷ്ണയും എം ലിജുവും ഉറപ്പിക്കാം. എം ലിജു കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും സുപ്രധാനമായ സംഘടനാ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറിയാണ്. എം ലിജുവിന്റെ മന്ത്രിസ്ഥാനം 100% ഉറപ്പിക്കാം. ബിന്ദു കൃഷ്ണയുടെ മന്ത്രിസ്ഥാനം ഏകദേശം അല്ലാതും ഉറപ്പിക്കാവുന്ന ഒരു മന്ത്രിസ്ഥാനം തന്നെയാണ്. ഇനി ഷാനിമോൾ നോക്കിയാലും സാമുദായിക പ്രാതിനിധ്യം നോക്കിയാലും ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തിയാണ്. മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ കൂടിയായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടന. നിങ്ങൾ വഹിച്ച മുൻ സ്ഥാനങ്ങൾ. പിന്നൊന്ന്, ഇവരെ ഇതുവരെ വന്നതിനകത്ത് മഹാഭൂരിപക്ഷം പേരും വരുന്നത് എറണാകുളത്തിന് തെക്ക് നിന്നാണ്. വടക്ക് നിന്നുള്ള മന്ത്രിമാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ജയന്തും സുമേഷ് അച്യുതനുണ്ട്. ഈ 2 പേരുടെ പ്രത്യേകത, 2 പേരും ഈ 2 പേരല്ല, ഈഴവ വിഭാഗത്തിൽ വന്ന എല്ലാവരും പുതിയ ആദ്യ തവണ MLA-മാരാവുന്നതാണ്. സുമേഷിന്റെ പ്രത്യേകത, സുമേഷിന്റെ അച്ഛൻ അച്യുതൻ മന്ത്രിസ്ഥാനം 2011 മന്ത്രിസഭയിലേക്ക് തീരുമാനിച്ച ഒരാളാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ തീരുമാനിച്ച് അദ്ദേഹത്തെ വിളിച്ചറിയിക്കുമ്പോൾ ഞാൻ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാനില്ല, ചിറ്റൂരിൽ നിന്ന് ഞാൻ പോകാനില്ല എന്ന് പറഞ്ഞ് മന്ത്രിസ്ഥാനം അദ്ദേഹം തയ്യാറാവാതിരിക്കും. അവസാനം വയലാർ രവി തന്നെ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയും എന്നിട്ട് പോലും അദ്ദേഹം സമ്മർദ്ദത്തിന് വഴങ്ങി അതിരിക്കുകയും ഒക്കെ ചെയ്ത് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളുടെ മകനാണെന്നുള്ളതുകൊണ്ട് ഇത്തവണ ചിറ്റൂർ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റെങ്കിൽ ഇത്തവണ അവിടെ നഗരസഭ മത്സരിച്ച് ജയിച്ച് നഗരസഭാ ചെയർമാനായ ആളാണ് സുമേഷ്. സ്വാഭാവികമായും മലബാറിൽ നിന്ന് KC വേണുഗോപാലുമായി ഏറ്റവും അടുപ്പമുള്ള മലബാറിൽ നിന്ന് വരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കൂടി സുമേഷിന് ആ തരത്തിൽ പ്രാധാന്യം. ഒരാൾക്ക് ഈ 2 പേരിൽ ഒരാൾ വെട്ടിപ്പോകാം. മറ്റൊന്ന് ജയന്താണ്. ജയന്ത് കെ സുധാകരനൊപ്പം നിന്നാണ്, ഇപ്പോൾ KC വേണുഗോപാലിനൊപ്പമാണ് എന്ന് പറയുന്നു. എന്തായാലും ജയന്തോ അല്ലെങ്കിൽ സുമേഷ് അച്യുതനോ ഈ 2 പേരിൽ ഒരാൾക്ക് മന്ത്രിയാവാനുള്ള സാധ്യതയാണുള്ളത്. ഇത് ആണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മന്ത്രിസഭയിൽ വരുന്നതിന്റെ ഏകദേശ ചിത്രം. ഇത്രയും ആളുകളാണുള്ളത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1-2 പേരൊക്കെ വെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ പേരുകൾ തന്നെയാണെങ്കിൽ ഇതിൽ ചിലപ്പോൾ ഈ 2-ൽ ഒരാളാവാം. പക്ഷേ ഈ 2 പേരിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി മറ്റാരെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇതിനപ്പുറത്തേക്ക് വലിയ വിപ്ലവങ്ങൾ സാധ്യമാക്കാനൊന്നും കോൺഗ്രസിൽ ഇപ്പോൾ സാധ്യമല്ലെന്ന് വെച്ചാൽ കോൺഗ്രസിന് എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു പ്രാതിനിധ്യം നൽകേണ്ടതുണ്ട്. ആ പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കി മാത്രമേ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയൂ. അതൊക്കെ പരിഗണിക്കുമ്പോൾ ഏകദേശം ഈ തരത്തിലേക്ക് ഒരു മന്ത്രിസഭ വരാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. പിന്നീട് തീരുമാനമെടുക്കേണ്ടത് സ്വാഭാവികമായും ആ പാർട്ടിയാണ്, കോൺഗ്രസ്സാണ്. നമ്മൾ ഇതുവരെ അവർ തുടർന്ന രീതികൾ എങ്ങനെയായിരുന്നു എന്നത് പറയുന്നു. മറ്റ് തെരഞ്ഞെടുപ്പുകളെ വെച്ച് നോക്കിയാൽ ഈ സാമുദായിക പ്രാതിനിധ്യം ഒക്കെ ആ രീതിയിൽ തന്നെ നടപ്പാക്കണമെന്ന് നിർബന്ധം ഉണ്ടോ എന്നറിയില്ല. കാരണം ഒരു മാറ്റത്തിന്റെ സൂചനകൾ എല്ലാ മേഖലകളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണമെങ്കിൽ ഇവിടെയും വരാം. പക്ഷേ ഇതിൽ ഒരു പ്രധാന പ്രത്യേകത രേണുക ശ്രദ്ധിച്ചു, നമ്മൾ വന്ന പേരുകളെല്ലാം ഈ പേരുകൾ ആരും സമുദായത്തിന്റെ പേരിൽ വന്ന പേരുകളല്ല. ഈ പേരുകൾ ഇപ്പോൾ എം ലിജോ ബിന്ദു കൃഷ്ണയെ പോലെ ഒരാൾ മന്ത്രിസഭയിൽ ഉൾപ്പെടുക എന്നുള്ളത് അത് അവരുടെ സമുദായം ഏത് എന്നുള്ളത് അത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇത്തവണ അങ്ങനെ ആർക്കിടെയും കോട്ടയിൽ ആക്കി ആരെയും ഒതുക്കേണ്ട കാര്യമില്ലാതെ തന്നെ കോൺഗ്രസിന് ആ തരത്തിലേക്കുള്ള MLA-മാർ എന്തായാലും എത്തിയിട്ടുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ആ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.